സ്വഭാവം അറിയാലോ. വെറുതെ അവനായിട്ട് ഉടക്കാൻ നിക്കണ്ട. ഇപ്പൊ കിട്ടിയത് പോരെ നിനക്ക്. നീ എന്താ പഠിക്കാത്തെ? എടാ സച്ചി, നീ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് കണക്ക് ചോദിച്ചിരിക്കും. മെഡിസിൻ കഴിക്കാതിരുന്ന ഒഴിവാവോ? സെർച്ച് ചെയ്ത് നോക്കാം. പക്ഷേ ഫോൺ അവിടെ വെച്ചിട്ട് ഈ മെഡിസിൻ ഒന്ന് കഴിക്കാൻ നോക്കിയേ. ഫോൺ അവിടെ വെക്കാനല്ലേ പറഞ്ഞേ? നീ ഇത് കഴിച്ചേ. എനിക്ക് വേണ്ട. ഇത് കഴിച്ചേ പറ്റൂ. ഡോക്ടർ പറഞ്ഞൊക്കെ നീ മറന്നോ? മെഡിസിന് ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ആ, ഡോക്ടർ അങ്ങനെ പലതും പറയും. വർഷം കളിക്കല്ലേ, മര്യാദയ്ക്ക് ഇത് കഴിച്ചേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ കഴിക്കില്ല. ഉറപ്പാണോ? ആ, ഉറപ്പാ. രേവതി ഒന്നീ വരുമോ? ഇപ്പൊ കാണിച്ചുതരാം. എടുത്തെങ്കിൽ വരട്ടെ. ഞാൻ പറഞ്ഞ കേൾക്കാൻ വയ്യല്ലേ? എന്താ ശ്രീകാന്തേ? എടുത്തി ഇത് കണ്ടില്ലേ, ഇവള് മെഡിസിൻ കഴിക്കുന്നില്ല. ആഹാ, എന്താ വർഷേ, എന്താ പ്രശ്നം? എന്താ നീ ഗുളിക കഴിക്കാത്തെ? എനിക്ക് വേണ്ട ചേച്ചി. നല്ല കുട്ടിയല്ലേ, കഴിച്ചേ. ചേച്ചി പറഞ്ഞ നീ കേക്കില്ലേ? കേട്ടില്ലെങ്കിൽ നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന് അർത്ഥം. ഇങ്ങത്താ, ഞാൻ കഴിക്കാം. കണ്ട, അപ്പൊ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് വയ്യ എടുത്തി. ഇനി എപ്പോഴും ഏട്ടത്തി തന്നെ മെഡിസിൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ കൊടുക്കാറ്. നിന്നോട് ആരെങ്കിലും എടുത്ത് കൊടുക്കാൻ പറഞ്ഞോ? അല്ലേ മോളെ? അല്ല, ഏട്ടത്തിക്ക് ഇനി പിടിപ്പത് ജോലിയാവുമല്ലോ. രണ്ടുപേരെ ഇനി നോക്കണ്ടേ? ശ്രുതി എടുത്തി വരികയല്ലേ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എടാ, ശ്രുതി പ്രഗ്നന്റ് ഒന്നും അല്ല. ഇവിടെ കയറി പറ്റാൻ വേണ്ടി കള്ളം പറഞ്ഞതാ. അമ്മയ്ക്ക് സച്ചേട്ടനും അവള് പ്രഗ്നന്റ് ആണോന്ന് നല്ല സംശയം ഉണ്ടായിരുന്നു. അവളെ ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിട്ടേ അവര് തന്ത്രപൂർവ്വം അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ടെസ്റ്റ് ചെയ്ത കള്ളം പൊളിയല്ലോ. അവളെന്ത് ചെയ്തു? അവിടുന്ന് മുങ്ങാൻ നോക്കി. ഇവര് വിടുവോ? അവൾക്ക് സത്യം പറയേണ്ടി വന്നു. ഇവിടേക്ക് തിരിച്ചു വരാനുള്ള വഴി അവരായിട്ട് തന്നെ വീണ്ടും അടച്ചു. ശരിയാ, ഈ ജന്മം ഇനി അമ്മ ശ്രുതി ഇവിടെ തിരിച്ചു കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ, റെസ്റ്റ് എടുക്കട്ടോ. എന്ത് റെസ്റ്റ് എടുത്തി? അല്ലെങ്കിൽ ഇവള് കിളച്ചു മറിക്കൊന്നും അല്ലല്ലോ, ഫുൾ റെസ്റ്റ് അല്ലേ? എന്തായിരുന്നു നോക്കുന്നേ? അതെ, ഒരു കാര്യം പറയട്ടെ, എനിക്ക് 2 കുഞ്ഞുങ്ങൾ വേണമെന്നാണ് ആഗ്രഹം. ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം എനിക്ക് നെക്സ്റ്റ്. നീ നോക്കിയോ, ഞാൻ ശരിയാക്കി തരാടി. അയ്യോ അമ്മേ, ഇപ്പോ എനിക്ക് നീ മാത്രം കൂട്ടിന്, വേറെ ആരുമില്ല. അനിയന്മാർക്ക് പോലും എന്നെ വേണ്ടാതായി. എന്റെ വിധി അല്ലാതെന്ന് പറയാ. സച്ചേട്ടാ നോക്കി, ഫ്ലാറ്റായി. സച്ചേട്ടാ ഓഫായ? ഓഫാന്നൊക്കെ പണ്ട്. ഇന്നിപ്പോ ഈ ശ്രുതി 5 കുപ്പി അടിച്ചാലും ഓഫാവുന്നില്ല. ഈ കാര്യത്തിൽ കുറച്ച് പുരോഗതി കാണുന്നുണ്ട്. ബാക്കി എല്ലാത്തിലേ നീ തോൽവിയാ. അതെ, എന്നെ ഏറ്റവും കൂടുതൽ തോപ്പിച്ചത് എന്റെ ഭാര്യ. അവള് വീണ്ടും കള്ളം പറഞ്ഞതിനെ പറ്റിച്ചു.
നിങ്ങളത് എങ്ങനെ നിൽക്കുന്നേ? എടാ ഇരുന്ന് അടിക്കടാ. അയ്യോ ഞങ്ങക്ക് വേണ്ടായേ. നിന്റെ കരച്ചിലും പിടിച്ചിലും കേൾക്കാൻ വയ്യ. വേണ്ട, ഞാൻ പറഞ്ഞ ഇവിടെ ആരും കേൾക്കണ്ട. അല്ലെങ്കിലും ഞാനിപ്പോ ഒറ്റയ്ക്കാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് രണ്ടാക്കും ഞാനിപ്പോ ഒരു തമാശയല്ലേ? അതെ, അങ്ങനെ പറയരുത്. ഇപ്പൊ മാത്രമല്ല, നീ എന്നും ഞങ്ങൾക്കൊരു തമാശ. സച്ചേട്ടാ ചുമ്മാരി, അല്ലെങ്കിൽ തന്നെ ആകെ തകർന്നിരിക്കുക. പിന്നെ അവൻ പറഞ്ഞു കേട്ടില്ലേ, അവൻ ഒറ്റയ്ക്കാണത്രേ. ഞങ്ങളെല്ലാം മരിച്ചുപോയോ? നീ ഒറ്റയ്ക്കാവൻ. എടാ പിന്നെ നിങ്ങൾക്ക് എന്നോട് ഇരുന്ന് കഴിക്കാത്തത്? എന്റെ കരുതലും പിടിച്ചിലും കേൾക്കാൻ വയ്യെന്നല്ലേ പറഞ്ഞത്? എടാ നിന്റെ കത്തി കേൾക്കാൻ വയ്യാഞ്ഞിട്ടാ. സച്ചേട്ടാ ഇതേ, നമ്മൾ കുടിച്ചില്ലെങ്കിൽ ഇത് മൊത്തം ഒറ്റയ്ക്ക് കുടിക്കും. പിന്നെന്താ സംഭവിക്കാന്ന് അറിയാലോ. എടാ വന്നിരിക്കേ, നീ ഇവിടെ, നീ ഇവിടെ. ആദ്യം നീ അങ്ങോട്ട് കുറച്ച് നീങ്ങിയിരിക്കും. അതാണ് അങ്ങോട്ട് എനിക്കൊന്നും പുതുമയുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങളൊന്നും ശീലമാക്കണ്ട കേട്ടാ. തുടങ്ങി. അവൾ എന്നെ വീണ്ടും പറ്റിച്ചു. പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞു. അതൊക്കെ ഞാൻ വിശ്വസിച്ചു. നിങ്ങൾക്കറിയോ, രാത്രി ഞാനെന്റെ കുഞ്ഞിനെ വരെ സ്വപ്നം കണ്ടു. അവനെ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും ഒക്കെ. എന്തൊരു സന്തോഷത്തോടെയാ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വീട്ടിൽ പോയത്. എന്നിട്ട് അവൾ എന്നെ പിന്നെയും പറ്റിച്ചില്ലേ? എന്നെ ഓരോന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് അവള് അറിയാതാ. നീ ഇത് വിട്. ശ്രുതികടത്തി പറയുന്നത് വിശ്വസിച്ച ശ്രുതികടനെ പറഞ്ഞാൽ മതി. ഈ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടി ഇനി അവൾ അടവുകൾ പ്രയോഗിക്കും. ഈ മണ്ടൻ അതിൽ പോയി വീഴുകയും ചെയ്യും. ഇവനൊരിക്കലും പഠിക്കില്ല. അവൾ എന്നോട് കുറെ കള്ളം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കള്ളം അവൾ എന്നോട് പറയുമെന്ന് ഞാൻ കരുതിയില്ല. എന്നോട് ജീവിക്കാനുള്ള കൊതിയുണ്ടാണ് അത്ര അവൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്നെ കൊണ്ട് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഇടാ, അവളൊക്കെ ചുമ്മാ പറയുന്നതാ. ഇതൊക്കെ പാർലമെന്റിന്റെ നമ്പറല്ലേ. എന്തായാലും ഇതോടെ അമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യം കൂടി. ഇനി ജന്മത്തെ അവളെ അമ്മ വീട്ടിൽ കയറും തോന്നില്ല. അല്ല, എന്താ ശ്രുതികടന്റെ തീരുമാനം എന്താ? ഇങ്ങനെ എത്ര നാള് പോവാനാ? എടാ, അവള് എന്നോട് ഇങ്ങനെയൊന്നും ചെയ്തത് എനിക്ക് പൊറുക്കാൻ പറ്റുന്നില്ലടാ. ദേഷ്യത്തെക്കാളും എനിക്കിപ്പോ വേദനയാ. ആ വേദന അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ കുഞ്ഞിനെ വരെ സ്വപ്നം കണ്ടു. അതിന് കാരണം അവള് ഒറ്റ ഒരുത്തിയാ. എന്നിട്ട് ഒരു ഒറ്റ നിമിഷം കൊണ്ട് എന്റെ സ്വപ്നങ്ങൾ വരെ തകർന്നു കളഞ്ഞു. അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ഞാൻ അവളെ കൂടെ നിർത്താനാ? അല്ല, അപ്പോ ശ്രുതികടൻ ശ്രുതികടത്തിയെ എന്നൊക്കെയായിട്ട് ഉപേക്ഷിക്കാനാണോ തീരുമാനം? 1.5 കുപ്പി ബീറിന്റെ പുറത്ത് ചുമ്മാ ഓരോന്ന് പറയുന്നതാ. 1/2 കുപ്പി കൂടെ കയറിയാ പിന്നെയും മാറ്റി പറയും. ശ്രുതി എന്റെ ജീവനാ, അവളെ മറക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് മോങ്ങാൻ തുടങ്ങും. സച്ചേട്ടാ, രേവതി എടുത്തി. നിനക്കെന്താ ചുമയാ? വേണ ഞാൻ മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം. വേണ്ടി വരും. ഇതിപ്പോ കൂടെ കൂടെ ഉണ്ടല്ലോ. അല്ല, അത് പിന്നെ ഈ സുധീട്ടൻ ഒരു കമ്പനിക്ക്. നിന്റെ ഭാര്യ പ്രഗ്നന്റ് അല്ലേ? ആവകളുടെ പാർട്ടി നീ നടത്തിയിട്ടില്ല. എപ്പോഴാണ് നിന്റെ പാർട്ടി? എന്നാ പിന്നെ ഡേറ്റ് തീരുമാനിച്ചിട്ട് എന്നോടും കൂടി ഒന്ന് പറയണേ. ആഹാ, നീ അടിക്കാൻ പോവാണോ? ഇല്ല, ഡേറ്റ് ചോദിച്ചിട്ട് അച്ഛനോട് പറയാൻ വേണ്ടിയാ. ഈ പരിപാടി ഇവിടെ നടക്കില്ല കേട്ടോ. രേവതി, ഇവനാകെ വിഷമത്തില. ആ വിഷമം മാറ്റാൻ ഞങ്ങളൊന്ന് കമ്പനിക്ക് ഇരുന്നതാ. അതിന്
ഇതകത്താക്കി വിഷമം മുഴുവൻ മാറുമോ? എണീക്ക് ഇവിടുന്ന്. എണീക്ക്. ഹലോ എണീക്ക്. ഹലോ എക്സ്ക്യൂസ് മീ, ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറയാൻ താങ്കൾ ആരാ? ആ, ഞാൻ ആരാണെന്നേ ഇപ്പൊ പറയുന്നില്ല, അച്ഛൻ പറഞ്ഞുതരും. ഒരു കാര്യം ചെയ്യ്, ഞാനിപ്പൊ അച്ഛനെ വിളിക്കാം. അച്ഛാ, അച്ഛ ഒന്നിങ്ങ് വന്നേ. ദേ ഇവരിവിടെ. അച്ഛാ. ഇതോടെ പോയി. സച്ചിയേട്ടനാണ് രണ്ടുപേരും പിടിച്ചിരുത്തുന്നത്. ഇങ്ങനെ പോയ മുഴുകുടിയനാവും. നിന്നെ കാണാനാ ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോഴത്തേക്ക് നീ മുങ്ങിയല്ലേ? രക്ഷപ്പെട്ടെന്നൊന്നും വിചാരിക്കണ്ട. ഇന്ന് വൈകുന്നേരത്തിനകം കാശ് എൻ്റെ ഓഫീസിലെത്തിയിരിക്കണം. ഇല്ലെങ്കിലേ ഞാൻ നിന്റെ വീട്ടിലേക്ക് പോവും. എന്നിട്ട് അവിടെയുള്ള വിലപ്പെട്ടതെല്ലാം വാരി എടുത്തോണ്ടങ്ങ് പോവും ഈ ആന്റണി. നിനക്കെന്റെ സ്വഭാവം അറിയാലോ. മര്യാദയ്ക്ക് കാശ് തരുന്നതാ നല്ലത്. ഈ ആന്റണി അറിയാലോ, അല്ലെങ്കിലേ നഷ്ടം നിനക്കാ. അതൊന്നും പറ്റില്ല. നിനക്കറിയാലോ എന്നെ. ബോസ് നോക്ക്. കുറെ നാളായല്ലോ ഇവളെ കണ്ടിട്ട്. ഇവളെ കാണുമ്പോഴേ പഴയതൊക്കെ മനസ്സിലേക്ക് വരിക. അവളുടെ കെട്ടിയവൻ്റെ മാത്രമാ എനിക്ക് അടി തെറ്റിയിട്ടുള്ളത്. എന്നെങ്കിലും അതിനുള്ള തിരിച്ചടി ഞാൻ കൊടുക്കും. പക്ഷെ ബോസ് പേടിച്ച് ഒതുങ്ങിയതായിരിക്കും അവളുടെ മനസ്സിൽ. ഒന്ന് മുട്ടി നോക്ക്. അവളുടെ കെട്ടുവനെ പേടിച്ച് ഒളിച്ചിരിക്കുമല്ലെന്ന് അവളെ അറിയിക്കും ബോസേ. ഇന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞു രേവതി. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ അല്ലേ? നമ്മള് കുറച്ച് നാളായി കണ്ടിട്ട്. ശരത്ത് കോളേജിലൊക്കെ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? പിന്നെ നിന്റെ സച്ചി എന്ത് പറയുന്നു? വണ്ടിന്ന് കൈയെടുത്തേ, എനിക്ക് പോണം. എന്താ ഇത്ര ധൃതി? നമുക്കേ 1-2 മിനിറ്റ് സംസാരിച്ചിട്ടൊക്കെ പോവാം. നീ സംസാരിക്കുന്ന കേൾക്കാനേ എനിക്ക് താല്പര്യമില്ല. മര്യാദയ്ക്ക് മാറി നിൽക്ക. നിനക്ക് കേൾക്കാൻ താല്പര്യമില്ലായിരിക്കും, പക്ഷെ എനിക്കുണ്ടല്ലോ. നിന്റെ കെട്ടിയവൻ എനിക്ക് കുറേ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ അവൻ എൻ്റെ ജോലി കയറി ഇടപെട്ടു. ഒരുപാട് നഷ്ടം ഉണ്ടാക്കി. ആ നഷ്ടമൊക്കെ എങ്ങനെ നികത്തും? ആ ഒരു ആലോചനയിലാണ് ഞാനിപ്പോ. കൂടുതൽ നഷ്ടം സംഭവിക്കണമെങ്കിലേ മുന്നീന്ന് മാറിക്കോ. എന്റെ വണ്ടിന്ന് കൈയെടുക്ക. എന്താ ഭീഷണിയാണോ? അതെ. ഓ, ഭർത്താവ് എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള ബലത്തിലായിരിക്കും നിന്റെ ഈ ധൈര്യം. ഞാൻ ധൈര്യമായിട്ട് നിൽക്കുന്നതേ മറ്റാരുടെയും ബലത്തിലല്ല, എന്റെ ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാ. പേടിച്ച് തലകുനിച്ച് നിൽക്കുന്ന പെണ്ണല്ല ഞാൻ. അത് നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ കരുതി കൂട്ടി പ്രശ്നം ഉണ്ടാക്കാൻ വന്നയാണെന്ന് എനിക്ക് മനസ്സിലായി. എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലേ നീ? കൈ എടുക്കടാ. താക്കോലോടെ വയ്ക്ക. നീ എന്നെ തല്ലിയല്ലേ? അതേടാ, തോന്നിയാസം കാണിച്ചാലേ ഇനിയും തല്ലും. ബോസേ അവിടെ വിടരുത്. എന്റെ വണ്ടി തൊട്ട് കളിക്കുന്നോ? നീ എന്നെ പിന്നെയും തല്ലിയല്ലേ? നിന്നെ ഞാൻ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ പോടാ,
അല്ലെങ്കിൽ തലമണ്ട അടിച്ച് പൊളിക്കും ഞാൻ. പോവാൻ പോവാനാ പറഞ്ഞേ. ദേ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ദേ പോന്നേ നിനക്ക് നല്ലത്. പറഞ്ഞതുപോലെ ചെയ്യൂ ഈ രേവതി. ബോസേ, ബോസേ, പോവാ. നിന്നോട് പോവാനല്ലേ പറഞ്ഞേ? പോവാൻ. വാ ബോസേ, വാ വാ. നിന്നെ ഞാൻ എടുത്തോളാടി. ചേച്ചി ആരാ ഗുരു? എന്റെ ഭർത്താവ്, പേര് സച്ചി. എന്താ സച്ചേട്ടാ? നീ വർഷയെ നോക്ക്. അവൾക്ക് എന്തോ ഒരു വിഷമമുള്ളതുപോലെ കുറെ സമയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവളുടെ വയറ്റിലൊരു കുഞ്ഞ് വളരെയല്ലേ, അതാ അവളുടെ വിഷമം. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഈ സമയത്ത് ഇവള് സന്തോഷത്തോടെ ഇരിക്കേണ്ടതാ. പറയാന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവള് വിഷമിച്ചിരിക്കുമ്പോഴേ നമ്മൾ അവളുടെ ചിന്തകളെ വഴി തിരിച്ചുവിടണം. ആ അതെ, ആ വിദ്യ എനിക്കറിയില്ല. എനിക്കറിയാം. 2 കോമഡി പറഞ്ഞാൽ മതി, അവളുടെ മനസ്സ് റിലാക്സ്ഡ് ആവും. അവള് വിഷമൊക്കെ മറന്ന് കുടുകൂടാന്ന് ചിരിക്കും. രണ്ട് കോമഡി പറഞ്ഞാൽ മതി, അവളുടെ മനസ്സ് റിലാക്സ്ഡ് ആവും. അവള് വിഷമൊക്കെ മറന്ന് കുടുകൂടാന്ന് ചിരിക്കും. എങ്കിൽ പിന്നെ ഞാനൊരു കോമഡി വീഡിയോ കാണിക്കട്ടെ? അതൊന്നും വേണ്ട. തമാശക്കാരനായ അവളുടെ സച്ചിൻ ഇവിടെ ഉള്ളപ്പോ എന്തിനാ കോമഡി വീഡിയോ? നിങ്ങളോ തമാശക്കാരനോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ തമാശ കേട്ടേ വർഷ കുടുകൂടാന്ന് ചിരിക്കും. അപ്പ നീ അറിഞ്ഞാ മതി. ഞാൻ ദേ പതുക്കെ ചിരിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് ചെല്ലും. അപ്പൊ നീ ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് ചോദിക്കണം, എന്തിനാ സച്ചേട്ടാ ചിരിക്കുന്നേന്ന്. ബാക്കി ഞാൻ ഏറ്റു. ചെല്ല് ചെല്ല്. എന്താ സച്ചേട്ടാ ഇത്? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അല്ല എന്താ സച്ചേട്ടാ, എന്തിനെങ്ങനെ ചിരിക്കുന്നേ? എന്റെ പൊന്നു രേവതി ഒന്നും പറയണ്ട, ഞാനൊരു തമാശ ഓർത്ത് ചിരിച്ചതാ. അതങ്ങ് മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല. എന്നാ പിന്നെ ഞങ്ങളോടും കൂടി പറ, ഞങ്ങളും കൂടി ചിരിക്കട്ടെ. അല്ല വർഷേ? പറയാം. എനിക്ക് ഒരു സുഹൃത്തുണ്ട്, നാട്ടിലാ. അവൻ പറ്റിക്കാത്ത ആൾക്കാര് ആ നാട്ടില് വേറെ ആരുമില്ല. മനുഷ്യരെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെയും അവൻ പറ്റിക്കും. അവൻ ഉറുമ്പുകളെ വരെ പറ്റിച്ചിട്ടുണ്ട്, അറിയോ? ഒരു ദിവസേ അവനൊരു ശർക്കര എടുത്ത് മേശയുടെ മുകളിൽ കൊണ്ടുവച്ചു. ശർക്കര വെച്ചറിഞ്ഞ ഉറുമ്പുകളുണ്ടല്ലോ, അത് കഴിക്കാനായിട്ട് ദൂരേന്ന് വരിവരിയായിട്ട് ഇങ്ങനെ വരും. തറയിലൂടെ വന്ന് മേശയുടെ കാലിലൂടെ മെല്ലെ മെല്ലെ മേശയുടെ മുകളിൽ കയറി. അവര് വരിവരിയായിട്ട് ശർക്കരയുടെ അടുത്തെത്തുമ്പോഴേ അവൻ ആ ശർക്കര എടുത്ത് മാറ്റിക്കളയും. ഉറുമ്പുകൾ പാവം പറ്റിക്കപ്പെട്ടില്ലേ? അയ്യോ അയ്യോ, അവന്റെ ഒരു കാര്യം. അല്ല വർഷം എന്താ ചിരിക്കാതെ? ചിരി വരാത്തതുകൊണ്ട്. എന്താ ചിരി വരാതെ? ഞാൻ നല്ല കോമഡിയല്ലേ പറഞ്ഞേ, ഞാൻ ചിരിച്ചല്ലോ. നിനക്ക് ചിരിച്ചെന്താ? സച്ചേട്ടാ അല്ല യുഗം ചിരിക്കുന്നോണ്ട് എന്താ പ്രശ്നം? മൂടൗട്ടായിട്ട് ഇരിക്കരുത്, മനസ്സ് വിഷമിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടരുത് എന്നൊക്കെ ഞാനും അച്ഛമ്മയും പറഞ്ഞു കൊടുത്തല്ലേ. നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ പാടുപെട്ടൊരു തമാശ പറഞ്ഞു. അപ്പൊ മസലും പിടിച്ചങ്ങ് നിൽക്കുക. സച്ചേട്ടാ എന്താ ഇത്? അവളെങ്ങനെ വഴക്ക് പറയല്ലേ?
സച്ചേട്ടൻ ഇവിടെ വിഷമം മാറ്റാനാണോ വന്നത് അതോ കൂടുതൽ വിഷമിപ്പിക്കാനോ? പെട്ടെന്ന് തനി സ്വഭാവം പുറത്തു വന്നല്ലേ? സോറി വർഷേ. ഞാനേ വേറൊരു തമാശ പറയാം. അത് കേട്ടാ നീ തല കുത്തി നിന്ന് ചിരിക്കും. രേവതി ചേച്ചി, സച്ചേട്ടൻ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കണം. ഏ? അധികം വൈകിക്കണ്ട. അവളെ സന്തോഷിപ്പിക്കാൻ നോക്കിയിട്ട് ഒടുക്ക ഞാൻ ആരായി? കിഴങ്ങനായി. ആ? ഇതിപ്പോ സച്ചേട്ടൻ ഒരു തമാശ പറഞ്ഞല്ലോ, ഇനി ഞാനൊരു തമാശ പറയാം. ആ പറ. പക്ഷേ ഞാനിപ്പൊ പറഞ്ഞ തമാശയുടെ നിലവാരം വേണം. ആഹാ, ഇത് ഭയങ്കര നിലവാരമുള്ള തമാശയാ. ഞാൻ പൂ വിൽക്കാൻ പോയപ്പോ ആ. ആന്റണി എന്റെ കുറുകെ വന്നു. ഏ? സച്ചേട്ടനെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞു. ഒടുക്കം സഹി കെട്ട് ഞാൻ അവന്റെ കരണക്കുറ്റിക്ക് 2 അങ്ങ് പൊട്ടിച്ചു. എങ്ങനെയുണ്ട് ഈ തമാശ? സൂപ്പർ അല്ലേ? ആ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. അല്ല, എന്ത് ഹെൽപ്പ്? സച്ചിയുടെ കാറിന്റെ കീ ഇന്ന് രാത്രി കുറച്ച് സമയത്തേക്ക് എനിക്കൊന്ന് വേണം. സച്ചേട്ടനെ കാണുമ്പോഴേ മനസ്സിന് എന്തോ ഒരു സന്തോഷം തോന്നുന്ന ആന്റി പറയുന്നു. ആന്റി അങ്ങനെ പറഞ്ഞല്ലേ? അപ്പൊ ആന്റി സൂക്ഷിക്കണം. രേവതിക്ക് ജീവിതാവസാനം വരെ കരയാനുള്ള വകയായി.